നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബഹല്ലാഹ ഫീ ദുബ്രി കുല്ലി സലാത്തിൻ 33 വഹമിദല്ലാഹ 33 വകബ്ബറല്ലാഹ 33 ഫതിൽക 99 വഖാല ഫീ തമാമിൽ മിഅതി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഗുഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. ഇമാം ബുഖാരി മുസ്ലിം മറ്റും നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഓരോ നിസ്കാരത്തിനും ശേഷം 33 തവണ ആരെങ്കിലും തസ്ബീഹ് എടുത്താൽ, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ, അതേപോലെ 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് തഹ്മീദ് നിർവഹിച്ചാൽ, 33 തവണ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയാൽ അത് 99 എണ്ണമായി. ഫതിൽക 99. പിന്നെ വഖാല ഫീ തമാമിൽ മിഅ 100 തേക്കുന്ന മാർഗേണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ 100 പൂർത്തിയായി. ഗുഫിറത് ഖതായാഹു, ഇത് ചൊല്ലിയവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. വഇൻ കാനത് മിസ്ല സബദിൽ ബഹ്രി, സമുദ്രത്തിൽ നുരയുന്ന പതകൾക്ക് സമാനമാണ് അവന്റെ തെറ്റുകളെങ്കിലും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ സബദുൽ ബഹർ എന്ന സമുദ്രത്തിൽ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനനുസരിച്ച്, തിരകൾ തലതല്ലുന്നതനുസരിച്ച് പിന്നെ ഉണ്ടാകുന്ന കുമിളകൾ, പതകൾ അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അത്ര എണ്ണമാണെങ്കിലും തെറ്റുകൾ പൊറുക്കപ്പെടും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷം അറിയിക്കുകയാണ് ഈ തസ്ബീഹാത്തുകളുടെ വിഷയത്തിൽ. നിസ്കാരത്തിന് ശേഷം 33 തവണ തസ്ബീഹ്, 33 തവണ തഹ്മീദ്, 33 തവണ തക്ബീർ, പിന്നെ 100 തേക്കാൻ തഹ്ലീൽ. ആ വിഷയത്തിലുള്ള ഹദീസാണ് നമ്മൾ കേട്ടത്.